നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇനി നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് ദ സ്റ്റാർ കാർഡാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്, 7 of wands, 9 of swords, the Hierophant, 5 of cups, 7 of cups, 6 of cups, Ace of cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. അഹങ്കരിച്ചവർക്കും നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചവർക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 7 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വാൻഡ്സ് എന്നീ കാർഡുകൾ ശക്തമായ സൂചനയാണ് നൽകുന്നത്. നിങ്ങളെ വീഴ്ത്താൻ അവർ കുഴിച്ച കുഴികൾ അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ച ഫലം കിട്ടാത്തത് അവരെ മാനസികമായി തളർത്തുന്നു. അവരുടെ തന്ത്രങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുകയും അത് അവരുടെ തന്നെ ഇമേജിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ തകർന്നു പോകുമെന്ന് കരുതിയിരുന്നിടത്ത് നിങ്ങൾ കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്നത് കാണുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 7 ഓഫ് വാൻഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രതിരോധവും വളർച്ചയും അവരെ അസ്വസ്ഥരാക്കുന്നു എന്നാണ്. അവരുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണിപ്പോൾ. അവർ ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദവും നിരാശയും അനുഭവിക്കുന്നുണ്ട്. വിതച്ചതേ കൊയ്യൂ എന്ന തത്വം ഇവിടെ പ്രവർത്തിക്കുന്നു. അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ തരം താഴ്ത്താൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. അത് സാമ്പത്തികമായോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലോ ഉള്ള തകർച്ചയോ ആകാം. അവർ നിങ്ങളെക്കാൾ മുകളിലാണെന്ന് കരുതിയവർ ഇപ്പോൾ നിങ്ങളുടെ വിജയങ്ങൾക്ക് താഴെയായി മാറിക്കഴിഞ്ഞു. എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവുമാണ് നിങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും മുന്നിൽ നിങ്ങൾ തലകുനിച്ചില്ല. നിങ്ങളുടെ സത്യസന്ധതയും ആത്മവിശ്വാസവുമാണ് നിങ്ങളെ എന്നും സംരക്ഷിക്കുന്നത്. പലപ്പോഴും കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൊണ്ട് ശത്രുക്കളേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങളെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്താനും ചതിക്കാനും പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ സകല വെല്ലുവിളികളെയും അതിജീവിച്ച് നിങ്ങൾ മുകളിൽ തന്നെ തുടരുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവർ തങ്ങളുടെ പരാജയം തിരിച്ചറിയുന്നു. അവരുടെ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നത് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുന്നു. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നത് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക നീതിയാണ്. നിങ്ങൾ വിതച്ച നന്മയും സഹിച്ച കഷ്ടപ്പാടുകൾക്കും ഫലം ലഭിക്കുന്ന സമയമാണിത്. മറ്റുള്ളവർ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ ഗുണം ഇപ്പോൾ കണ്ടു തുടങ്ങും. 9 ഓഫ് സോഴ്സ് കാർഡ് അഹങ്കരിച്ചവർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന അതീവ ഗുരുതരമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നാണ് ഈ കാർഡ് അർത്ഥമാക്കുന്നത്. പുറമേ അഹങ്കാരം കാണിക്കുമെങ്കിലും ഉള്ളിലവർ വലിയ ഭയത്തിലാണ്. ചെയ്ത തെറ്റുകൾ അവരെ വേട്ടയാടുന്നു. നിങ്ങളെ തകർക്കാൻ നോക്കിയിട്ട് അത് നടക്കാത്തതിന് നിരാശയും ദേഷ്യവും അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങളുടെ വളർച്ചയും വിജയവും കാണുമ്പോൾ അവർക്ക് സ്വയം തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. അത് മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ ചെറുതാകുമോ എന്ന പേടി അവരെ ഭരിക്കുകയാണ്. തങ്ങൾ ചെയ്ത ചതികൾ എന്ന് പുറത്തു വരും എന്ന പേടി അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സ് പലപ്പോഴും കാണിക്കുന്നത് സ്വന്തം ചിന്തകൾ കൊണ്ട് തന്നെ നരകിക്കുന്ന അവസ്ഥയാണ്. ഈ കാർഡ് അവർക്ക് നൽകുന്നത് തിരിച്ചടിയാണെങ്കിലും നിങ്ങൾക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. നിങ്ങളുടെ മനസ്സമാധാനം തിരിച്ചു കിട്ടുന്നു. നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ആ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ തലയിലെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള സമയമായി. ഇരുട്ടിൽ ചെയ്ത കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്ന ഭയം അവരെ വേട്ടയാടുന്നത് കൊണ്ട് അവർക്ക് പഴയ പോലെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ അനുഭവിക്കുന്ന ഈ മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. നിങ്ങളുടെ നല്ല ചിന്തകളും പ്രവൃത്തികളും നിങ്ങളെ എന്നും സംരക്ഷിക്കും. അഹങ്കരിച്ചവർ ഇപ്പോൾ അനുഭവിക്കുന്നത് വലിയൊരു മാനസിക തകർച്ചയാണ്. ഇതിനെ മറികടക്കാൻ അവർക്ക് അത്ര എളുപ്പമാകില്ല. ഈ സാഹചര്യത്തിൽ ദ ഹീറോഫൻറ്റ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഹങ്കരിച്ചവർക്കും ചതിച്ചവർക്കും ലഭിക്കുന്ന തിരിച്ചടി വെറും ഒരു താൽക്കാലിക തളർച്ചയല്ല, മറിച്ച് അതൊരു പരസ്യമായ പാഠം കൂടിയാണെന്ന് ഈ കാർഡ് പറയുന്നു. അധർമ്മം പ്രവർത്തിച്ചവർക്ക് ധർമ്മത്തിൻ്റെ വഴിയിലൂടെ തന്നെ തിരിച്ചടി ലഭിക്കുന്നു. ഈ കാർഡിൽ പ്രധാന സന്ദേശം ധർമ്മം എന്നതാണ്. തെറ്റായ വഴിയിലൂടെ മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുന്നത്
തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്ന തിരിച്ചടി കേവലം ഒരു പരാജയമല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു പാഠമാണ്. അഹങ്കാരം കൊണ്ട് അന്ധരായവർ തങ്ങളുടെ മൂല്യച്യുതിയിലൂടെ തന്നെ തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ചതിയിൽ തളരാതെ സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണമാണിത്. നിങ്ങൾ കാണുന്ന ഈ തിരിച്ചടി യഥാർത്ഥത്തിൽ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ്. കുഴിയെടുത്തവർ അവിടെ തന്നെ നിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ചവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു. ആത്മീയമായ അറിവും വിനയവുമാണ് ഒരാളെ ഉയർത്തുന്നത്. വീഴ്ത്താൻ നോക്കിയവർ ഇന്ന് അനുഭവിക്കുന്നത് അവരുടെ തന്നെ പ്രവൃത്തികളുടെ പ്രതിഫലനമാണ്. ചതിക്കാൻ വേണ്ടി അവർ ചിലവാക്കിയ സമയവും ഊർജവും പാഴായിപ്പോയി എന്ന തിരിച്ചറിവാണ് അവരെ ഇപ്പോൾ വേട്ടയാടുന്നത്. അഹങ്കാരത്തോടെ കുഴിയൊരുക്കിയവർ ഇന്ന് തങ്ങളുടെ പ്ലാനുകൾ പാളിപ്പോയതോർത്ത് നിരാശയിലാണെന്ന് 5 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് വെറും അവസരങ്ങളല്ല, മറിച്ച് അവരുടെ മര്യാദയും വിശ്വാസ്യതയുമാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് തിരിഞ്ഞുനോക്കിയാൽ മാത്രമേ അവർക്കിനി എന്തെങ്കിലും നന്മ കണ്ടെത്താൻ കഴിയൂ. പക്ഷേ നിലവിൽ അവർ സ്വന്തം പരാജയത്തിൻ്റെ ആഴത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 5 ഓഫ് കപ്സ് പറയുന്നത് വൈകാരികമായ തകർച്ചയെയും തിരിച്ചടിയെയുമാണ്. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുമ്പോൾ അനുഭവിക്കുന്ന ആ മനോവിഷമമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചതിയുടെ കുഴിയെടുത്തവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് 7 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് അവരുടെ ഭ്രമങ്ങളെയും തകർച്ചയുമാണ്. നിങ്ങളെ ചതിക്കാൻ നോക്കിയവർ അന്ന് വലിയ അഹങ്കാരത്തിലായിരുന്നു. തങ്ങൾ ചെയ്യുന്ന ചതിയിലൂടെ വലിയ കാര്യങ്ങൾ നേടാമെന്നും ആരും അതറിയില്ലെന്നും അവർ മിഥ്യാധാരണയിലായിരുന്നു. ആ അമിത ആത്മവിശ്വാസമാണ് ഇന്നവർക്ക് തിരിച്ചടിയായത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും പുകമറയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങളെയാണ്. ചതിയുടെ കുഴി തോണ്ടിയവർ ഇന്ന് ആ പുകമറ നീക്കി യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. അവർ സ്വപ്നം കണ്ട വിജയങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു. ഇന്ന് അവർ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. ഏത് വഴിക്ക് പോകണം, എങ്ങനെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവർക്കറിയില്ല. 7 ഓഫ് കപ്സ് പലപ്പോഴും സൂചിപ്പിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയെയാണ്. മറ്റുള്ളവരെ തകർക്കാൻ നോക്കിയവർ ഇന്ന് സ്വന്തം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവർ കണ്ടിരുന്ന സ്വപ്നങ്ങൾ വെറും മിഥ്യയായിരുന്നുവെന്നും ഇന്ന് അവർ വലിയൊരു ആശയക്കുഴപ്പത്തിലാണെന്നും വ്യക്തമാക്കുന്ന കാർഡാണ് 7 ഓഫ് കപ്സ്. നിങ്ങളെയും നിങ്ങളുടെ വിജയത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്ന കാർഡാണ് 6 ഓഫ് കപ്സ്. ചതിയുടെയും കുതുകാൽവെട്ടിൻ്റെയും ആ കറുത്ത നാളുകൾ കഴിഞ്ഞുപോയി എന്നാണ് 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ വീഴ്ത്താൻ നോക്കിയപ്പോൾ നിങ്ങൾ കാണിച്ച ക്ഷമയും നന്മയും ഇന്ന് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നു. അഹങ്കാരത്തോടെ പെരുമാറിയ ആ വ്യക്തി ഇപ്പോൾ സ്വന്തം പഴയ കാലത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം. താൻ എവിടെയാണ് തെറ്റിയതെന്നും തൻ്റെ പഴയ നല്ല സ്വഭാവം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നും അവർ ഓർക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഈ അഹങ്കാരം വരുന്നത് അവരിലുള്ള ചില അരക്ഷിതാവസ്ഥകളിൽ നിന്നാവാം. അവർ തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന സമയമാണിത്. നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു മാനസിക സമാധാനമാണ്. ആ കുഴിയിൽ വീഴാതെ ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്നതിൻ്റെ അടയാളമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു. അവർ പകയും ചതിയും കരുതിവെച്ചെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത് സ്നേഹവും ഐശ്വര്യവുമാണ്. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ തന്നെ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരും. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. ആ ശാന്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളെ വീഴ്ത്താൻ നോക്കിയവർ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മനസ്സ് മാറുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. അവരുടെ ചതി നിങ്ങളെ ബാധിക്കുകയില്ല. മാത്രമല്ല, പകരം നിങ്ങൾക്ക് പുതിയൊരു സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.